പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ആദ്യ വെള്ളിയാഴ്ച നേരത്തെ എല്ലാ പ്രാർത്ഥനകളും തരികയാണെന്ന് ഉപവാസമൊക്കെ എടുത്ത് ഒരു നേരം ഭക്ഷണമൊക്കെ ഉപേക്ഷിക്കുമല്ലോ അല്ലേ? ഹല്ലേലൂയ. ഇന്ന് പ്രിയ സഹോദരൻ അട്ടപ്പാടിയിലാണ് കേട്ടോ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് 1 സാമുവേൽ 12:14. അവിടെ വചനം വെളിപ്പെടുത്താണ്: നിങ്ങൾ കർത്താവിനെ ബഹുമാനിക്കുകയും സേവിക്കുകയും അവിടുത്തെ സ്വരം ശ്രവിക്കുകയും കൽപ്പനകൾ ധിക്കരിക്കാതിരിക്കുകയും നിങ്ങളും നിങ്ങളെ ഭരിക്കുന്ന രാജാവും ദൈവമായ കർത്താവിനെ അനുഗമിക്കുകയും ചെയ്താൽ എല്ലാം ശുഭമായിരിക്കും. നിങ്ങൾ ആരൊക്കെ കൂടെ നിൽക്കുന്നവരെല്ലാവരും ദൈവമായ കർത്താവിനെ അനുഗമിക്കുകയാണ് എങ്കിൽ എല്ലാം ശുഭമായിരിക്കും. പ്രിയ സഹോദരങ്ങളെ, ദൈവമായ കർത്താവിനെ പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിലുള്ള പൈശാചിക പീഡ എന്നുള്ളതല്ല, അതായത് കർത്താവിനെ അനുഗമിക്കാൻ പറ്റാത്ത വിധത്തിൽ ലോകം നമ്മെ വിളിച്ചുകൊണ്ടിരിക്കും. ലോകം നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും. അതായത് യേശു ഒരു ഭാഗത്ത് വിളിക്കും. നമ്മൾ പാടാറില്ല, യേശു വിളിക്കുന്നു, യേശു വിളിക്കുന്നു, യേശു വിളിക്കും. യേശുവിൻ്റെ സ്വരം കേൾക്കാൻ പറ്റാത്ത വിധത്തിൽ ലോകം നമ്മെ നിർബന്ധിച്ചുകൊണ്ടിരിക്കും. ലോകത്തിൻ്റെ സ്വാധീനങ്ങളിലേക്ക്, മായാമോഹങ്ങളിലേക്ക് ലോകം നമ്മെ ശരിക്കും വിളിച്ചുകൊണ്ടിരിക്കും. ഇന്ന് നമ്മുടെ അട്ടപ്പാടി സെഹിയോൻ ധ്യാന കേന്ദ്രത്തിലെ പ്രിയ സഹോദരങ്ങളുടെ സന്തോഷം എന്താണെങ്കിൽ, അച്ഛൻ വേങ്ങണ്ടിയൂർ ദേവാലയത്തിലാണെന്ന് അറിയാലോ. അച്ഛൻ വേങ്ങണ്ടിയൂരിൽ ഒരു ബസ് ആൾക്കാരുന്നാട് ഇടവകയിൽ നിന്ന് ഒരു ബസ് ദൈവജനമായിട്ടാണ് ഇന്ന് ശുശ്രൂഷയ്ക്ക് വന്നിട്ടുള്ളത്. നിങ്ങൾ പ്രത്യേകമായിട്ട് ആ ദൈവജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. കാരണം അച്ഛനെ നിങ്ങൾക്കറിയാം, അച്ഛനൊരു പക്ക ഇടവകാരച്ഛനല്ല. അത് ശരിക്ക് ഈ നവീകരണ ശുശ്രൂഷയിലൂടെ ശരിക്ക് അതിനെ ചലിപ്പിക്കുന്ന ഒരു കൃപയാണ് അച്ഛന് കർത്താവ് നൽകിയിട്ടുള്ളത്. അപ്പം അച്ഛനത് അതുപോലെ ഈ ദൈവജനങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സംഭവം കുറേ പരിപാടികളൊക്കെ അവിടെയുണ്ട്. കൈക്കാരന്മാരും ബാക്കിയുള്ളവരെല്ലാവരും അച്ഛൻ്റെ കൂടെ നിന്ന് അച്ഛൻ്റെ കൂടെ നിൽക്കുന്നത് കൊണ്ടാണ് അച്ഛനിങ്ങനെ ശുശ്രൂഷകൾക്ക് പോകാനും പ്രാർത്ഥിക്കാനും ഒക്കെ ആയിട്ട് പറ്റുന്നത്. അതല്ല ഇങ്ങനെ ശരിക്കും അത് വന്നില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ദൈവം നൽകിയ ഗിഫ്റ്റ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത വിധത്തിൽ സാംസനെ കെട്ടിയിട്ടതുപോലെ നമ്മൾ കെട്ടിയിട്ടപ്പെട്ട ഒരു അവസ്ഥ വരും. പക്ഷേ ഇവിടെ ശരിക്കും ഈ ഇടവചനം അച്ഛൻ്റെ കൂടെ നിൽക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതൊക്കെ വലിയൊരു ബ്ലെസ്സിംഗ് ആണ്. നിങ്ങൾ ഈ ഇടവയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചേക്കണം കേട്ടോ. ഹല്ലേലൂയ. ഈശ്വരനെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. വിശുദ്ധമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു, എപ്പോഴും എന്നേക്കും. ആമേൻ.